മഴ കനത്തതോടെ പ്രതിസന്ധിയിലായി കോഴിക്കോട് ഹാർബറിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം. ട്രോളിംഗ് നിരോധനം അവസാനിച്ച് കടലിൽ പോയി തുടങ്ങിയതിന് പിന്നാലെയാണ് മഴ മുന്നറിയിപ്പുകൾ വന്നത്. ഹാർബറിൽ ക്യാമറ അടക്കമുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ മോഷണവും പതിവാണെന്ന് തൊഴിലാളികൾ പരാതി പറയുന്നു. 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് കടലിൽ പോയി തുടങ്ങിയത്. ട്രോളിംഗ് നിരോധനം തീർന്നതിന്റെ ആശ്വാസത്തിൽ കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾക്ക് പക്ഷേ നിരാശയായിരുന്നു ഫലം. പ്രതീക്ഷിച്ച മത്സ്യം ലഭിച്ചിരുന്നില്ല. ആ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് മഴ കനത്തതോടെ കടലിൽ പോകരുതെന്ന നിർദ്ദേശവും പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ മാസങ്ങളായി വരുമാനം നിലച്ച മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയുടെ കടലാഴങ്ങളിലേക്ക് വഴുതി വീഴുകയാണ്. 100 കോടിക്ക് മേലേലായിട്ടുള്ള ആസ്തിയുള്ള സാധനങ്ങൾ ഇവിടെ നിലവിലുണ്ട്. ഇതിനൊന്നും ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്യാമറ സംവിധാനം ഒരു തുടക്കം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അത് ചില സാമൂഹ്യ വിരുദ്ധരാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളോ ക്യാമറ നിലവിൽ ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഇവിടെ ഒക്കെ ഒരു ക്യാമറ സംവിധാനം വേണം, അത് നിർബന്ധമാണ്. വീട്ടിലുള്ള ഓരോ പൊന്നിൻ്റെ തരി പോലും വെച്ചിട്ട് സൃഷ്ടിച്ചതാണ് കാണുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഒരു വലിയ കുത്തക മുതലാളിമാരെന്ന് കണ്ട പുതിയാപ്പൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അതാണ്. തൊഴിലാളികൾ മുതലാളിമാരും തൊഴിലാളികളും ഒരേ ഒരു നാടേ ഉള്ളൂ. മറ്റേത് നാട്ടിലും ബോട്ടിൻ്റെ ഓണർമാരെല്ലാം വലിയ വലിയ കോടീശ്വരന്മാർ. ഇതൊക്കെ ഇവിടുത്തെ സാധാ തൊഴിലാളികൾ 4-5 പേര് കൂടിയിട്ട് ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ബാങ്ക് ലോണൊക്കെ വെച്ചിട്ട് എടുക്കുന്ന ഒരു സംവിധാനമാണ്. സർക്കാരിന് ആകെ കിട്ടുന്നത് സൗജന്യ റേഷൻ. അത് തന്നെ 90% ആളുകൾക്ക് അത് കിട്ടലില്ല. അതിന് ഓരോ വർഷം ഓരോ രേഖകൾ കൊടുക്കണം. അപ്പോൾ കുറേ ആളുകളൊന്നും ഇപ്പോൾ അതിന് താല്പര്യം കാണിക്കാറില്ല. സർക്കാർ നൽകുന്ന സൗജന്യ റേഷൻ മാത്രമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഏക ആശ്രയം. എന്നാൽ ആ റേഷൻ ലഭിക്കാനുള്ള കടമ്പകൾ ഏറെയാണ് എന്നുള്ളത് കൊണ്ട് പലർക്കും അത് ലഭിക്കാറുമില്ല. ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ തന്നെയാണ് ഹാർബറിൽ ക്യാമറയടക്കമുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തത് മൂലം ബോട്ടിലും മറ്റുമുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ സാമൂഹിക വിരുദ്ധർ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാർബറിന്റെ പരിസരത്ത് CCTV സ്ഥാപിക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. പ്രതികൂല കാലാവസ്ഥയിൽ പോലും അരവയറ് നിറയ്ക്കാൻ ജീവൻ പണയം വെച്ച് കടലിൽ പോകുന്നവർക്ക് അത്താണിയാകേണ്ട സർക്കാർ മത്സ്യത്തൊഴിലാളികളോട് കാണിക്കുന്നത് തികഞ്ഞ അവഗണനയാണെന്നാണ് ഉയരുന്ന പരാതി. ജനം, കോഴിക്കോട്.